2031 കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് 75 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. 2031 നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം കേരളം, കേരളത്തിൻ്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം, ഈ ഉദ്ദേശ ലക്ഷ്യത്തോടെ സംസ്ഥാനത്തുടനീളം 33 വിഷയങ്ങളിലായി സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാനതല സെമിനാറുകൾ. ഈ സംസ്ഥാനതല സെമിനാറുകളിൽ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ വകുപ്പിൻ്റെ സെമിനാർ നടത്തപ്പെടുകയാണ്. ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യ സെമിനാർ നടത്തുന്നത്. വിഷൻ 2031 എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം. 2031 കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുക. ഈ സെമിനാറിൽ ആരോഗ്യ വിദഗ്ധരായിട്ടുള്ള, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ആരോഗ്യ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നവരുമായിട്ടുള്ള 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ സെമിനാർ നടക്കുന്നത്. ഈ സെമിനാറിൽ ആദ്യം നമ്മുടെ നടപ്പിലുള്ള ഇപ്പോഴുള്ള സ്ഥിതിയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാകും. അതിനുശേഷം വിശദമായ ചർച്ചകൾ നടക്കും. അതോടൊപ്പം തന്നെ വിഷൻ 2031 എന്നുള്ളൊരു ഡോക്യുമെൻ്റ് കൂടി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയത് പ്രസൻറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ചർച്ചകൾ നടക്കുക. ആ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനുവരി മാസത്തിൽ സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ സെമിനാർ നടത്തി വിഷൻ 2031 എന്നുള്ളത് നമ്മളത് അന്തിമ രൂപത്തിൽ അത് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ഇന്നത്തെ സംഘാടക സമിതി യോഗത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു. ജനകീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പങ്കെടുത്തു. ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും പങ്കെടുത്തു. ജില്ലയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർ ഇതിൻ്റെ ജനറൽ കൺവീനർ ആയിരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പരിപാടി വിജയപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടാണ്, കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ചയാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഇതിലുണ്ടാകണം, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ പല ആശയങ്ങളും ഉണ്ടാകാം. ആ ആശയങ്ങൾ എന്താണ് എന്നുള്ളത് അത് നമുക്ക് എഴുതി അറിയിക്കുകയും ചെയ്യാം. അത് സ്വാംശീകരിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഡോക്യുമെൻ്റ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചു, സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. നല്ല നിലയിൽ പത്തനംതിട്ട ജില്ലയിലെ സെമിനാർ വിജയകരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്.